നദിയിൽ കരയോട് ചേർന്ന് കണ്ണു മാത്രം വെള്ളത്തിന്റെ മുകളിലേക്കാക്കിക്കൊണ്ട് ശരീരത്തിന്റെ ബാക്കി ഭാഗം ജലത്തിൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഇരയെ കാത്തിരിക്കുകയായിരുന്നു ഒരു മുതല. പെട്ടെന്നാണ് അവിടേക്ക് വെള്ളം കുടിക്കാനായി ഒരു കൂട്ടം മാനുകൾ എത്തുന്നത്. മുതല സന്തോഷവാനായി നദിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന മാനുകളിൽ ഏറ്റവും വലുതിനെ തന്നെ ആ മുതല തന്റെ വായയ്ക്കുള്ളിലാക്കി. മിന്നൽ വേഗത്തിലാണ് ഇത് സംഭവിച്ചത്. ഇത് കണ്ട് ബാക്കിയുള്ള മാനുകൾ ജീവനും കൊണ്ട് നെട്ടോട്ടമോടി. തനിക്കിന്ന് കിട്ടിയ ഇരയെ താടിയലുകൾക്കിടയിൽ പല്ലുകൊണ്ട് ഞെരുക്കി പിടിച്ച് ആ മുതല വെള്ളത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. ശേഷം തന്റെ ഇരയെയും കടിച്ചു പിടിച്ച് വെള്ളത്തിന് സമാന്തരമായി കിടന്ന് ഒരൊറ്റ കറക്കം. ആ കറക്കത്തിൽ ആ മാനിന്റെ കൈയും കാലുമൊക്കെ ശരീരത്തിൽ നിന്നും വേർപെട്ട് മാറി. ക്രോക്കഡൈൽസ് അഥവാ മുതലകളും അലിഗേറ്റേഴ്സ് അഥവാ ചീങ്കണ്ണികളും സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ഡെത്ത് റോൾ എന്നാണ് ഇതിനെ വിളിക്കുക. വലിപ്പം കൂടി ഇരകളെ പിടിക്കുന്ന ദിവസം മുതലകൾ ഇത്തരത്തിൽ അതിനെ കടിച്ചു പിടിച്ച് ഒരൊറ്റ കറക്കമങ്ങ് കറങ്ങും. അതോടെ ഇര തവിടുപൊടി. ഈ മുതലകളും ചീങ്കണ്ണികളും ഒരേ കുടുംബക്കാരാണോ? അല്ല. ക്രോക്കഡൈൽസ് അഥവാ മുതലകളുടെ കുടുംബം ക്രോക്കഡിലിഡേ ആണ്. അലിഗേറ്റേഴ്സ് അഥവാ ചീങ്കണ്ണികളുടെ കുടുംബമാകട്ടെ അലിഗേറ്ററിഡേ ആണ്. ക്രോക്കഡൈൽസ് അഥവാ മുതലകളും അലിഗേറ്റേഴ്സ് അഥവാ ചീങ്കണ്ണികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? മുതലകളുടെ മൂക്കിന്റെ ഭാഗത്തിന് വി ആകൃതിയാണ്. എന്നാൽ ചീങ്കണ്ണികളുടെ മൂക്കിന്റെ ഭാഗത്തിനാകട്ടെ യു ആകൃതിയായിരിക്കും. മുതലകളുടെയും ചീങ്കണ്ണികളുടെയും പരിണാമത്തെക്കുറിച്ചും മറ്റ് പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു വലിയ വീഡിയോയുമായി ഉടനെ തന്നെ വരാം.